അപ്പോൾ അയ്യപ്പൻ ചേട്ടൻ്റെ കടയിലെ ഊണ് ഞങ്ങൾക്കൊരു ഹരമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ആ കടയിലോട്ട് തന്നെ പോവാണ്. അപ്പോൾ കഴിഞ്ഞ മാസം ഒന്ന് വന്നായിരുന്നു. അപ്പോൾ ഈ മാസം നമ്മുടെ കൂടെ കുറച്ച് കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. സ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ എടച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊല്ലങ്കോട് ഈ ഒരു കട വരുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയാൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല ഗ്രാമപ്രദേശമാണ്. കുറച്ച് ഉള്ളിലോട്ട് പോകണം കേട്ടോ. ഇതുപോലുള്ള വേലികളുണ്ട് കേട്ടോ. ഈ നമ്മൾ ചെടികൾ കൊണ്ടുള്ള വേലിയൊക്കെ ഉണ്ട് കുറേ വീടുകൾക്ക്. അതൊരു പ്രത്യേക രസമാണ് കാണാനായിട്ട്. പിന്നെ പാർക്കിംഗ് ഏരിയ വന്നിട്ടുണ്ട്. ഊണിനെക്കാട്ടി കൂടുതലാണ് ഇപ്പോൾ പാർക്കിങ്ങിന്. 50 രൂപയാണ് പാർക്കിങ്ങിന് വാങ്ങിയത്. ഊണിന് ഇപ്പോൾ 60 രൂപ, 10 രൂപ കൂടിയിട്ടുണ്ട്, 60 രൂപയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ബീഫ് കറിയും ചിക്കൻ ചില്ലി ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഇവിടുത്തെ ഊണിനെപ്പറ്റി പ്രത്യേകം പറയാനൊന്നുമില്ല. എൻ്റെ ഇല കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ എത്ര ആസ്വദിച്ച് കഴിച്ചു എന്ന്. അതുപോലെ എനിക്കൊന്നും വേസ്റ്റ് ആക്കുന്ന ഇഷ്ടമല്ല. ഞാൻ കുറച്ച് സാധനങ്ങൾ അതിനകത്ത് കറിവേപ്പില അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വേസ്റ്റ് ആക്കത്തുള്ളൂ. ഞാൻ അല്ലാതെ എല്ലാം നന്നായിട്ട് കഴിക്കും, നല്ല വൃത്തിയായിട്ട് കഴിക്കുന്ന ആളാണ്. നന്ദിനി നന്ദിനി நந்தினி வரா எல்லாமே நல்லா இருந்துச்சு. ஃபுட் எல்லாமே நல்லா இருந்துச்சு. சக்தி மீன் ஆயிடுச்சு. மீன் நைஸ். പായസം എങ്ങനെ ഉണ്ടായിരുന്നു? പായസം എത്ര 10 പായസം കുടിച്ചോ? എന്ത് പായസമായിരുന്നു? അതൊന്നും അറിയത്തില്ല. എന്തോ ഒരു പായസം. കടല പായസല്ലായിരുന്നോ? ചോറ് പായസം.